അവിടെ ഇടിമുറിയുണ്ട്. അവിടുത്തെ എന്താണ് ശ്രീ അനിൽ നമ്പ്യാർ, തങ്ങളുടെ ആധിപത്യം, തങ്ങൾ നേടിയെടുത്ത ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അധോലോകം എന്നാണ് ഒരു മുറിക്ക് പേരിട്ടിരിക്കുന്ന അധോലോകം എന്നാണ്. മദ്യക്കുപ്പികൾ അടുക്കി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ MDMA പോലുള്ള സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ പോയിരുന്നു. സിദ്ധാർത്ഥൻ്റെ അമ്മയോട് ഞാൻ ദീർഘനേരം സംസാരിച്ചു. സിദ്ധാർത്ഥൻ വീട്ടിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഈ MDMA ഉൾപ്പെടെയുള്ള ഈ ലഹരി മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നത് അവിടെയുള്ള ഒരു അധ്യാപകനാണ്, കോയമ്പത്തൂരുകാരനായിട്ടുള്ള ഒരു അധ്യാപകനാണ്. അതുപോലും ആ കുട്ടിക്ക് കൃത്യമായിട്ടറിയാം. ഈ റാഗിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ മദ്യക്കുപ്പികൾ വെച്ചുള്ള ചില കലാപരിപാടികളൊക്കെ ഉണ്ട്. ഹരിദാസ് കേട്ടാൽ ഞെട്ടും. അപ്പോൾ അധോലോകം, ചെഗുവേര ഒരു ഭാഗത്ത്, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം ഒരു ഭാഗത്ത്, ഞെട്ടും, പിന്നെ മയക്കുമരുന്ന് സേവയും ഗംഭീരം. അതിന് ഞങ്ങൾ മനുഷ്യരാകണം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഞങ്ങൾ എഴുതുന്നില്ലേ? മുരുകൻ കട്ടാക്കട പോലുള്ള നമ്മുടെ സാഹിത്യ നായകന്മാർ കൈ ഉയർത്തിക്കൊണ്ട് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള സ്തുതിഗീതങ്ങൾ പാടുന്നില്ലേ? അതൊക്കെ മതി, അതിനപ്പുറമുള്ളതൊന്നും വേണ്ട. കഴിഞ്ഞ 8 വർഷമായിട്ട് ശ്രീ അനിൽ നമ്പ്യാർ മനസ്സിലാക്കണം, ഈ സംസ്ഥാനം ഒരു മയക്കുമരുന്നിൻ്റെ ഹബ്ബായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച്, മുൻ സർക്കാരുകളെ അപേക്ഷിച്ചിട്ട് ഏകദേശം 60% മയക്കുമരുന്നാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നതും കേരളത്തിൽ വിൽപ്പനയ്ക്ക് എത്തുന്നതും. ഈ മയക്കുമരുന്നിൻ്റെ ഉറവിടങ്ങൾ തകർക്കാൻ ഈ സർക്കാർ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്യുന്നവരെ തടയാൻ ഈ സർക്കാരിനായിട്ടില്ല. യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിട്ടുള്ള ഒരു കത്തിക്കുത്തുമായിട്ട് ഒരു ശിവരഞ്ജിത്ത് എന്ന് പറയുന്ന ഒരുത്തൻ ഇപ്പൊ ഈ കേസിൽ പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളെ ഭരിക്കുന്ന ഒരു പോലീസായിട്ട് അവൻ മാറുമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അത് ഈ A.A. റഹീം എന്ന് പറയുന്ന മഹാൻ ഒരു വിജയലക്ഷ്മിയെ അങ്ങേയറ്റം ഹരാസ് ചെയ്ത സ്ഥലത്ത് നിന്ന് തന്നെ നമ്മുടെ ക്രമസമാധാനം സംരക്ഷിക്കാൻ ശിവരഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു ക്രിമിനൽ ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെയും ഉണ്ടായിരുന്നു ഒരു ഇടിമുറി. അന്ന് ആ കേസിനോടനുബന്ധിച്ച് പിന്നീട് നടന്ന അന്വേഷണത്തിൽ അവിടെയും ഉണ്ടായിരുന്നു ഇടിമുറി. ആ ഇടിമുറിയിലും ഉണ്ടായിരുന്നു മദ്യക്കുപ്പികൾ എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് ഈ കേരളത്തിന്റെ പോക്ക് എന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ അന്നത്തെ ചർച്ചയിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ 4-5 വർഷങ്ങൾക്കകം ഇത് ദൈവത്തിന്റെ നാട് എന്നുള്ളത് ചെകുത്താന്റെ നാടായിട്ട് മാറാൻ പോകുകയാണെന്നുള്ള കാര്യം ഇവിടുത്തെ ഭരണാധികാരികൾ അറിയണം. ഉറക്കം നടിക്കുന്നവരെ ശ്രീ അനിൽ നമ്പ്യാർ വിളിച്ചുണർത്താം, ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താം, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ വിളിച്ചുണർത്താൻ പറ്റില്ല. അതുകൊണ്ട് കാരണഭൂതന്മാരും കപ്പിത്താന്മാരും ക്യാപ്റ്റന്മാരും ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആ അതിക്രമിച്ചത് കണ്ടില്ലെന്ന് നടിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണെന്ന് നമുക്ക് ഈ സിദ്ധാർത്ഥന്റെ മരണത്തിലൂടെയെങ്കിലും മനസ്സിലാക്കണം.